മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോടൊരു പ്രവാചകന് വേണ്ടി, തൻ്റെ ഇസ്മായിൽ കുടുംബത്തിൻ്റെ പരമ്പരയിൽ ഒരു പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണ്? റബ്ബനാ വബഅത്ത് ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്നൊരു പ്രവാചകനെ നീ കൊണ്ടുവരണം റബ്ബേ. ആ പ്രവാചകന്റെ പ്രത്യേകത എന്താണ്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. സുബ്ഹാനല്ലാഹ്, നിന്റെ ആയത്തുകളെ പാരായണം ചെയ്തുകൊണ്ട് ആ ജനതയെ സംസ്കരിച്ചെടുക്കുന്ന, ശുദ്ധീകരിച്ചെടുക്കുന്ന, അവർക്ക് നിന്റെ കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്ന, അവർക്ക് യാഥാർത്ഥ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനെ അവരിൽ നിന്ന് നീ ഉയർത്തിക്കൊണ്ടുവരണേ റബ്ബേ എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൻ്റെ ആയത്തുകൾ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുക. ആ ഖുർആനിൻ്റെ ആയത്തുകളിൽ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഗാംഭീര്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നൂറ്റാണ്ടുകളാണ് ദഅവത്ത് നടത്തിയത്. നൂറ്റാണ്ടുകൾ, 900 ചില്ലാനം വർഷം ദഅവത്ത് നടത്തിയിട്ട് വീണ്ടും തിരിഞ്ഞോടൽ സമൂഹം ഒരു പ്രക്രിയയായി തുടർന്നപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ അറിയോ? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ വഖദ് ഖലഖകും അത്വാറാ. നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? അള്ളാഹുവിന് നിങ്ങളൊരു ഗാംഭീര്യം കാണുന്നില്ലേ? അള്ളാഹുവിന് നിങ്ങളൊരു ഗൗരവവും കാണുന്നില്ലേ എന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൻ്റെ താളുകളിലൂടെ ജനങ്ങളുടെ ഹൃദയത്തെ നാം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ, ക്ഷണിച്ചു കൊണ്ടുപോകുമ്പോൾ, അവിടെയാണ് യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിൻ്റെ ഗാംഭീര്യത്തിന് അവർ സാക്ഷ്യം വഹിക്കുന്നത്. ആരാണ് റബ്ബെന്നവർ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്? ആരാണ് റബ്ബെന്നവർ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ മാത്രമേ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിലേക്ക് മാത്രമായി തിരിയുകയുള്ളൂ. അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുന്നൊരവസ്ഥയിലേക്ക് അവരുടെ മനസ്സുകൾ മാറുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ അങ്ങനെ എടുത്തു മറിക്കുമ്പോൾ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലൂടെ നമ്മളങ്ങനെ സഞ്ചരിക്കുന്ന സമയം അതാ റബ്ബ് നമ്മളെ ഉണർത്തുകയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാത്രിയുടെയും പകലിൻ്റെയും മാറി മാറിയുള്ള വരവിലും വൽഫുൽകില്ലതി തജ്രീ ഫിൽ ബഹ്രി ബിമാ യൻഫഉന്നാസ്, ലക്ഷക്കണക്കിന് കിലോ വഹിച്ചുകൊണ്ട് കടൽപ്പരപ്പിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിമ്മാ, വാനലോകത്ത് നിന്ന് അള്ളാഹു വർഷിപ്പിച്ചു തരുന്ന മഴകളിലും ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ, എന്നിട്ട് നിർജീവമായി കിടന്നിരുന്ന, ചാരനിരത്തലായി കടന്നിരുന്ന ഭൂപ്രതലങ്ങൾ മുഴുവൻ പച്ചപ്പിലേക്ക് മാറ്റിയതിലും വബത്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ, എണ്ണിയാലൊടുങ്ങാത്ത ജീവവർഗങ്ങളുടെ ജൈവ വൈവിധ്യങ്ങളും വൈജാത്യങ്ങളുമായി ഈ ഭൂപ്രതലങ്ങൾ അല്ലാഹു അലങ്കരിച്ചതിലും വബത്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ നിയന്ത്രിച്ച് സഞ്ചരിക്കപ്പെടുന്ന മേഘക്കേറുകളിലുമെല്ലാം ലആയാതിൽ ഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ആലോചിക്കുന്ന ജനപദത്തിന് ദൃഷ്ടാന്തമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആൽ ഇമ്രാനിന്റെ അവസാന ഭാഗത്ത് പറയുകയാണ്, വീണ്ടും ഇതേ ആയത്തിന്റെ ആവർത്തിയാണത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിലും ലആയാതിൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കാനുള്ള ആ കഴിവ് നൽകിയ കഴിവിനെ ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ ബുദ്ധിമാന്മാരുടെ അടയാളം എന്താണ്? അല്ലദീന യദ്കുറൂനല്ലാഹ, അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ഖിയാമൻ, നിന്നുകൊണ്ട്, വഖുഊദൻ, ഇരുന്നുകൊണ്ട്, വഅലാ ജുനൂബിഹിം, കിടന്നുകൊണ്ട്. ജീവിതത്തിൽ ഏതേത് അവസ്ഥകളിലാണെങ്കിലും, ജോലിസ്ഥലത്താണെങ്കിലും, ഏർപ്പാടുകളിലാണെങ്കിലും, കച്ചവടങ്ങളിലാണെങ്കിലും, പഠനങ്ങളിലാണെങ്കിലും, ഏതേത് അവസരങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത സദാ അവരുടെ മനസ്സിലുണ്ടാകും. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവരതാ ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ.
അവര് പറയുകയാണ്, ആകാശത്തെ നിരീക്ഷിച്ച് ഭൂമിയെ നിരീക്ഷിച്ച് ഈ ഭൂപ്രതലത്തിലുള്ള കോടിക്കണക്കിന് വരുന്ന സൃഷ്ടിജാലങ്ങളെ മുഴുവനും നിരീക്ഷിച്ചുകൊണ്ട് അവരതാ പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതിലാ, നീ ഇതൊന്നും പടച്ചത് നിരർത്ഥകമായിട്ടല്ല റബ്ബേ, അർത്ഥമില്ലാതെ പടച്ചതല്ല റബ്ബേ. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നീ എത്രയോ പരിശുദ്ധനാണ്, ഞങ്ങളെ ഭയാനകമായ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റബ്ബേ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക മൻ തുദ്ഖിലിന്നാർ, ആരെയാണോ നീ നരകത്തിൽ പ്രവേശിപ്പിച്ചത്, ഫഖദ് അഖ്സൈത, അവനതാ നിന്ദിക്കപ്പെട്ടിരിക്കുകയാണ്, അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, ഈ ലോകത്ത് അക്രമം ചെയ്തുകൊണ്ട് പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുന്ന അക്രമകാരികൾക്ക് യാതൊരു തരത്തിലുള്ള സഹായികളും ഉണ്ടായിരിക്കുന്നതല്ല. അവനതാ തുടരുകയാണ്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ സമിഅ്നാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ, ഞങ്ങളിതാ കേട്ടിരിക്കുകയാണ്, വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ക്ഷണിതാവിന്റെ ക്ഷണത്തെ ഞങ്ങളിതാ കേട്ടിരിക്കുകയാണ്, അറിഞ്ഞിരിക്കുകയാണ്. അൻ ആമിനൂ ബിറബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കുക എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. ഫആമന്നാ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, അതുകൊണ്ട് ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്യണേ റബ്ബേ. വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാന്മാരായ ആത്മാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ മരണപ്പെടുത്തുകയും ചെയ്യണേ റബ്ബേ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക്, നീ നിന്റെ പ്രവാചകന്മാരിലൂടെ നൽകിയ വാഗ്ദാനം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് തരികയും ചെയ്യണേ അല്ലാഹ്. വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നീ ഞങ്ങളെ അപമാനിച്ച് കളയരുതേ റബ്ബേ, ഞങ്ങളെ നീ നാണം കെടുത്തി കളയരുതേ അല്ലാഹ്. ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, നിശ്ചയം നീ വാഗ്ദാനം ലംഘിക്കാത്തവനാണ്, വാക്ക് പാലിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചന ഒരു മനുഷ്യനെ എവിടേക്കാണ് എത്തിക്കുന്നത്? ഈ സൃഷ്ടിപ്പിലൂടെ റബ്ബിന്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ്, അള്ളാഹുവിന്റെ ഗാംഭീര്യം തിരിച്ചറിഞ്ഞ്, ആ റബ്ബിന്റെ മുന്നിൽ വിനയപുരസ്സരം തലകുനിക്കുന്ന, സുജൂദ് ചെയ്യുന്ന, റുകൂ ചെയ്യുന്ന, ആ റബ്ബിന്റെ മുന്നിൽ സകലം സമർപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ മഹാപ്രപഞ്ചം മുഴുവൻ ഒരു മനുഷ്യന്റെ തലച്ചോറിനെ എത്തിക്കേണ്ടത്, ഒരു മനുഷ്യന്റെ ചിന്തയെ എത്തിക്കേണ്ടത് എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ആയത്തുകളെല്ലാം നമ്മെ ക്ഷണിക്കുന്നത് കാരുണ്യവാനായ നമ്മുടെ സൃഷ്ടാവിലേക്കാണ്, നമ്മുടെ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയിലേക്കാണ്, അവന്റെ വഖാറത്തിലേക്കാണ്, അവന്റെ ഗാംഭീര്യത്തിലേക്കാണ്. തീർന്നില്ല, സൂറത്തുൽ ബഖറയിൽ നമ്മളൊക്കെ ഒരുപാട് തവണ ഓതിയ, എല്ലാ നമസ്കാരത്തിന് ശേഷവും പാരായണം ചെയ്യാൻ അല്ലാഹു നമ്മോട് കൽപ്പിച്ച, പ്രവാചകൻ കൽപ്പിച്ച ആയത്തുൽ കുർസിയ. ആയത്തുൽ കുർസി എന്താണ്? അല്ലാഹുവിന്റെ മഹാത്മ്യമാണ് അതിൽ പറയുന്നത് മുഴുവൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ ഉലൂഹിയത്ത് സ്ഥാപിച്ചുകൊണ്ടാണ്. അല്ലാഹു അല്ലാത്ത ഒരു ആരാധ്യനില്ല എന്ന തൗഹീദുൽ ഉലൂഹിയത്ത് സ്ഥാപിച്ചുകൊണ്ടാണ് ആയത്തുൽ കുർസി തുടങ്ങുന്നത് തന്നെ. അവൻ എന്നെന്നും നിലനിൽക്കുന്നവനാണ്, എന്നെന്നും ജീവിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്. ലാ തഖുദുഹു സിനതു വലാ നൗം, അവനെ ഉറക്കമോ തളർച്ചയോ മയക്കമോ ബാധിക്കുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിൽ നിങ്ങൾ കണ്ടതും കണ്ടെത്താത്തതുമായ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവന്റെ അധീനതയിലുള്ളതാണ്, അവന്റേത് മാത്രമാണ്, അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അവന്റെ അനുവാദമില്ലാതെ, അവന്റെ പെർമിഷൻ ഇല്ലാതെ അവന്റെ മുന്നിൽ റെക്കമെൻഡ് ചെയ്യാൻ, അവന്റെ മുന്നിൽ ശുപാർശ ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അവന്റെ അറിവിൽ നിന്ന്, അവന്റെ വിവേകത്തിൽ നിന്ന്
എത്ര തന്നെ ടെലിസ്കോപ്പുകൾ ആകാശത്ത് നിങ്ങൾ സ്ഥാപിച്ചാലും, എത്ര റോക്കറ്റുകൾ നിങ്ങൾ വിന്യസിച്ചാലും, എത്ര റിസർച്ച് സെന്ററുകൾ നിങ്ങൾ ഉണ്ടാക്കിയാലും, എത്ര വലിയ ഗവേഷകന്മാർ നിങ്ങൾ നിയോഗിച്ചാലും, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ അവന്റെ അറിവിൽ നിന്ന് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അവന്റെ പാദപീഠമാകട്ടെ ആകാശഭൂമികളെക്കാൾ വലുതാണ്. ആ പാദപീഠത്തിന്റെയോ ആകാശഭൂമികളുടെയോ സംരക്ഷണം എന്നത് അവനെ അലട്ടുന്ന ഒരു പ്രശ്നമേയല്ല, അവനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമേയല്ല. അവൻ അത്യുന്നതനും മഹോന്നതനുമാണ്. അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ കുറിച്ച് സംസാരിക്കുന്ന വചനങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അവിടെയും തീർന്നില്ല, എത്രയോ ആയത്തുകൾ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സീനാ പർവ്വതത്തിൽ തൗറാത്ത് സ്വീകരിക്കാൻ പോയി. അള്ളാഹുവിന്റെ മധുര മനോഹരമായ സംസാരം കേട്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം കൂടി, അള്ളാഹുവിനോടുള്ള ഇഷ്ടം മൂത്തുകൊണ്ട് അവസാനം റബ്ബിനോട് പറയുന്നൊരു രംഗമുണ്ടെന്താണ്? ഖാല റബ്ബി അരിനീ അൻദുർ ഇലൈക്. അള്ളാഹുവേ, എനിക്കൊരാഗ്രഹം ബാക്കിയുണ്ട് റബ്ബേ, എൻ്റെ മനസ്സിലൊരാശ ബാക്കിയുണ്ട്. എന്താണത്? നിന്റെ ദാസനെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. നീ എങ്ങനെയാണ്? നിന്റെ രൂപത്തെ എനിക്കൊന്ന് കാണണം റബ്ബേ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിന്റെ മറുപടി എന്താണ്? മൂസാ, അത് അസംഭവ്യമാണ്, അത് അസാധ്യമാണ് മൂസ. നിന്റെ കണ്ണുകൾ കൊണ്ട് എന്നെ കാണാൻ കഴിയില്ല, നിന്റെ ദൃഷ്ടികൾക്ക് ഗോചരമല്ല ഞാൻ. അതുകൊണ്ട് മൂസ, നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. എങ്കിലും നിന്റെ ഹൃദയത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ തൽക്കാലം ഒരു കാര്യം പറഞ്ഞു തരാം. നീ നിന്റെ മുന്നിൽ കാണുന്ന സീനാ പർവ്വത നിരകളിൽ നിരന്നു നിൽക്കുന്ന അമ്പരചുംബിയായ ഒരു വലിയ പർവ്വതമുണ്ടല്ലോ, ആ പർവ്വതത്തിലേക്ക് നീ നോക്കി നിൽക്കുക. ആ പർവ്വതത്തിലേക്ക് നീ നിന്റെ ദൃഷ്ടി പതിപ്പിക്കുക. ആ പർവ്വതം അതിന്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിനക്കെന്നെ കാണാൻ കഴിയും മൂസ, നിനക്കെന്നെ ദർശിക്കാൻ കഴിയും മൂസ. ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കാ വഖറ മൂസാ സുഇഖാ. അങ്ങനെ മൂസാ നബി നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ വലിയ പർവ്വതം, ഭീമാകാരമായ പർവ്വതം, പണ്ഡിതന്മാര് പറയുന്നു അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഒരു ചെറിയ കണിക ആ പർവ്വതത്തിലേക്ക് അവതരിക്കാൻ തുടങ്ങിയപ്പോ ആ പർവ്വതം അതാ തകർന്ന് തരിപ്പണമാകുകയാണ്. ആ പർവ്വതം ധൂളികളായി, പൊടികളായി. അങ്ങനെ ഒരു പർവ്വതം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും തിരിച്ചറിയാത്ത രൂപത്തിൽ അത് പൊട്ടിച്ചിതറി ഛിന്ന ഭിന്നമാകുകയാണ്. മൂസാ നബി ബോധം കെട്ട് വീഴുന്നു, മോഹാലസ്യപ്പെട്ടു വീഴുന്നു. ഫലമ്മാ അഫാഖ്, അദ്ദേഹത്തിന് ബോധം തിരിച്ചു വരുമ്പോ അദ്ദേഹം പറയുന്ന വാക്കെന്താണ്? ഖാല സുബ്ഹാനക്. അല്ലാഹുവേ, നീ എത്രയോ പരിശുദ്ധനാണ്, പരമപരിശുദ്ധനായ റബ്ബേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ നമസ്കാരത്തിന് ശേഷവും നമ്മൾ പറയുന്ന വാക്കാണ് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. ഇതിങ്ങനെ നിസ്സംഗമായി പറയേണ്ട ഒരു വാക്കാണോ? ഇതിങ്ങനെ അലസമായി ഉച്ചരിക്കേണ്ട ഒരു വാക്കാണോ? അല്ല. സുബ്ഹാനല്ലാഹ് എന്ന് നാം പറയുമ്പോ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പായ സകല ഖുദ്റത്തുകളുടെയും അധിപനായ രാജാതിരാജനായ ഈ മഹാപ്രപഞ്ചത്തിന്റെ സിംഹാസനത്തിന് അധിപനായ അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാവണം. മൂസാ നബി പറഞ്ഞതെങ്ങനെയാണ്? സുബ്ഹാനക്, റബ്ബേ നീ എത്ര പരിശുദ്ധനാണ്, നീ എത്ര ഉന്നതനാണ് റബ്ബേ. ഇന്നി തുബ്തു ഇലൈക, നിന്റെ രൂപം കാണണമെന്ന് ചോദിച്ചതിൽ ഞാനിതാ നിന്നോട് തൗബ ചെയ്യുകയാണ്, ഞാനിതാ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. വഅന അവ്വലുൽ മുഅ്മിനീൻ, ഞാൻ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒന്നാമനായി എന്നും നിലനിൽക്കും എൻ്റെ റബ്ബേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്, ദുആയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ തവണ നമ്മൾ കേട്ട സംഭവമാണിത്, ആയത്തുകളാണിത്. പക്ഷേ നമ്മുടെ തൊണ്ടക്കുഴി വിട്ട് ഹൃദയത്തിലേക്ക് ഈ സംഭവങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? റബ്ബിന്റെ ഗാംഭീര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഖുദ്റത്തുകൾ എണ്ണി എണ്ണി ചോദിക്കുന്ന പരിശുദ്ധ ഖുർആനിലൂടെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നബയിലൂടെ, സൂറത്തുൻ നാസിആത്തിലൂടെ, സൂറത്തുൽ അബസയിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ തണുപ്പ് കാലത്ത് മരങ്ങളിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു പോകുന്നത് പോലെ അല്ലാഹു അല്ലാത്ത സകല ശക്തികളും നമ്മുടെ മനസ്സിൽ നിന്ന് കൊടിഞ്ഞു പോകുകയാണ്. പകരം റബ്ബ് മാത്രം അവിടെ ബാക്കിയാവുകയാണ്. അല്ലാഹു ചോദിക്കുന്നു,
അലം നജഅലിൽ അർദ മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ. നമുക്കായി അല്ലാഹു സംവിധാനിച്ചു തന്ന അനന്യമായ സംവിധാനങ്ങളിലേക്ക് ചൂണ്ടുപലകകൾ വെച്ചുകൊണ്ട് റബ്ബ് നമ്മോട് അവന്റെ ഔന്നത്യത്തെക്കുറിച്ച്, അവന്റെ ഔദാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. അല്ലാഹ് ചോദിക്കുന്നു, അലം നജഅലിൽ അർദ മിഹാദാ, ഈ ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് തൊട്ടിലാക്കി തന്നില്ലേ? അള്ളാഹുവിൻ്റെ ഈ വചനത്തിന്റെ അർത്ഥത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നാം ഈ ഭൂമിക്കപ്പുറത്തുള്ള ഗ്രഹങ്ങളിലേക്കൊന്ന് നോക്കണം. സൗരയൂഥത്തിലേക്കൊന്ന് നോക്കണം, ചൊവ്വയിലേക്ക് നോക്കണം, ബുധനിലേക്ക് നോക്കണം, മെർക്കുറിയിലേക്ക് നോക്കണം, അതുപോലെ തന്നെ നെപ്റ്റൂണിലേക്കും മറ്റുള്ള ഗ്രഹങ്ങളിലേക്കും നോക്കണം. 300 ഡിഗ്രിക്കും മുകളിൽ തിളച്ചു മറയുന്ന ഗ്രഹങ്ങളുണ്ട്. മനുഷ്യൻ ഒരിക്കലും വാസയോഗ്യമല്ലാത്ത എങ്ങാനും അവൻ ആ ഗ്രഹത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ എല്ലുകൾ പോലും ഉരുകി ഒലിച്ചു പോകുന്ന ഗ്രഹങ്ങൾ ഈ സൗരയൂഥത്തിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെങ്ങാനും ഒന്ന് ഇറങ്ങുകയാണെങ്കിൽ അവന്റെ രക്തം മുഴുവൻ നിമിഷാർദ്ധം കൊണ്ട് തണുത്തുറഞ്ഞു പോകുന്ന ഭീകരമായ തണുപ്പുള്ള ഗ്രഹങ്ങളും ഈ സൗരയൂഥത്തിൽ തന്നെയുണ്ട്. മനുഷ്യനെങ്ങാനും ഒന്ന് ഇറങ്ങുകയാണെങ്കിൽ അവന്റെ കാലുകളും കൈകളും തലച്ചോറ് വരെ ഛിന്ന ഭിന്നമാകാൻ മാത്രം ശക്തമായ ഗുരുത്വാകർഷണ ശക്തിയുള്ള വ്യാഴം പോലെയുള്ള ഗ്രഹങ്ങളും ഈ സൗരയൂഥത്തിലുണ്ടെന്നാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ഊഷ്മാവ് നിലനിൽക്കാൻ ആവശ്യമായ വെള്ളം ദ്രവരൂപത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ അവനാവശ്യമായ സകല സംവിധാനങ്ങളും, വായുവാകട്ടെ, വെള്ളമാകട്ടെ, മഴയാകട്ടെ, ഓസോൺ പാളിയാകട്ടെ, മണ്ണാകട്ടെ, സകല സംവിധാനങ്ങളും അവന്റെ നിലനിൽപ്പിനാസ്പദമായി സംവിധാനിച്ച ഈ ഭൂമിയെക്കുറിച്ച് പഠനം നടത്തിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഈ ചോദ്യത്തിന്റെ ആഴം അവന് മനസ്സിലാകുന്നതാണ്. അലം നജഅലിൽ അർദ മിഹാദാ, ഈ ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തൊട്ടിലാക്കി തന്നില്ലേ? ഈ ഭൂമിയെ ജീവിക്കാൻ സുഗമമായ ഒരു വാസയോഗ്യമായ സ്ഥലമാക്കി തന്നില്ലേ? വൽ ജിബാല ഔതാദാ, ഈ ഭൂമിയുടെ സമതുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി എവറസ്റ്റ് പോലെയുള്ള, ഹിമാലയ പർവ്വതം പോലെയുള്ള, സൈബീരിയൻ മലനിരകൾ പോലെയുള്ള ഭീമാകാരമായ പർവ്വതങ്ങൾ നാം നാട്ടി നിർത്തുകയും ചെയ്തില്ലേ? വഖലഖനാകും അസ്വാജാ, ആണാകുന്ന പെണ്ണാകുന്ന 2 ഇണവർഗങ്ങളായി നിങ്ങളുടെ വംശം നിലനിർത്തുന്നതിന് വേണ്ടി, മനുഷ്യവംശത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ ഇണകളാക്കി സംവിധാനിക്കുകയും ചെയ്തില്ലേ? വജഅൽനാ നൗമകും സുബാതാ, ഉറക്കമാകുന്ന വലിയൊരു സംവിധാനത്തെ നിങ്ങളുടെ ശരീരത്തിന്റെ വിശ്രമത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നില്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ തലച്ചോറ് പ്രവർത്തിക്കുകയാണ്, ശരീരത്തിന്റെ അവയവങ്ങൾ പ്രവർത്തിക്കുകയാണ്. ആ അവയവങ്ങൾക്ക് കൃത്യമായ വിശ്രമം ലഭിക്കുന്നതിന് വേണ്ടി ഉറക്കമെന്ന അതുല്യമായ സംവിധാനത്തെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ സംവിധാനത്തെ ചൂണ്ടിക്കൊണ്ടാണ് റബ്ബ് ചോദിക്കുന്നത്, വജഅൽനാ നൗമകും സുബാതാ, ഉറക്കത്തെ ഞാൻ നിങ്ങൾക്ക് വിശ്രമമായി കേട്ടുകൊണ്ട് സംവിധാനിച്ചു തന്നു. വജഅൽനൽ ലൈല ലിബാസാ, രാത്രിയുടെ വേലയെ ഇരുട്ടിലാക്കിക്കൊണ്ട് നിങ്ങളുടെ വീടകങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് സുഖമായി വിശ്രമിക്കുന്നതിന് വേണ്ടി, സമാധാനത്തോടെ കുടുംബത്തോടൊപ്പം ചേരുന്നതിന് വേണ്ടി രാത്രിയെ ഞാൻ നിങ്ങൾക്കൊരു മറയാക്കി തന്നിട്ടുണ്ട്. വജഅൽനൻ നഹാറ മആശാ, പകലിനെ ഞാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ള, നിങ്ങളുടെ ജീവിതോപാധി തേടിപ്പോകുന്നതിനുള്ള ഉപാധിയാക്കി പകലിനെ ഞാൻ നിങ്ങൾക്ക് സംവിധാനിക്കുകയും ചെയ്തിട്ടുണ്ട്. വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ, ശക്തമായ 7 ആകാശങ്ങളെ നിങ്ങൾക്ക് മുകളിൽ ഞാൻ സംവിധാനിക്കുകയും ചെയ്തിട്ടുണ്ട്. വജഅൽനാ ഫീഹാ സിറാജൻ വഹാജാ, എന്നിട്ട് ഉപരിലോകത്ത് 1ാമത്തെ ആകാശത്തിന്റെ കീഴെ കത്തിജ്വലിക്കുന്ന സൂര്യനെ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. ആ സൂര്യനിലൂടെയാണ് ഭൂമി നിലനിൽക്കുന്നത്. ആ സൂര്യനിലൂടെയാണ് പ്രകാശ സംശ്ലേഷണമെന്ന മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ പ്രാഥമികമായ പ്രതിഭാസങ്ങൾ മുഴുവനും നടക്കുന്നത്. ആ സൂര്യനെ ഞാൻ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നിട്ടുണ്ട്. വഅൻസൽനാ മിനൽ മുസിറാത്തി മാഅൻ തജ്ജാജാ, മേഘക്കേറുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന മഴയെ, വെള്ളത്തെ ഞാൻ നിങ്ങൾക്ക് വർഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ വജന്നാതിൻ അൽഫാഫാ, അല്ലാഹു പറയുകയാണ്, ആ മഴയിലൂടെ ഇടതൂർന്ന തോട്ടങ്ങൾ അതുപോലെ തന്നെ ധാന്യങ്ങളുമെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുളപ്പിച്ച് തരികയും ചെയ്തു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓരോന്നിനെയായി അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തെടുത്തെടുത്ത് നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവർ. ഇതൊക്കെ കേൾക്കുന്ന വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അല്ലാത്ത മറ്റാരാണ് അയാളുടെ മനസ്സിലേക്ക് കടന്നു വരിക, അയാളുടെ ചിന്തയിലുണ്ടാവുക?
അയാളുടെ ആശ്രയത്തിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ ഗാംഭീര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി അവനിലേക്ക് മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സമൂഹത്തെ ബാധിച്ച ശിർക്കെന്ന മഹാജീർണതയെ തുടച്ചു നീക്കാൻ, ശുദ്ധീകരിക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൽപ്പിച്ചു കൊടുക്കുക, ഖുർആനിലേക്ക് അവരെ ക്ഷണിക്കുക. എങ്കിൽ മാത്രമേ പരമമായ മോചനമുണ്ടാവുകയുള്ളൂ. ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചതുപോലെ ഈ ഒരു ശിർക്ക് സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടാൽ മാത്രമേ മുസ്ലിം ഉമ്മത്തിൻ്റെ ആത്യന്തികമായ വിജയം സാധ്യമാവുകയുള്ളൂ, യാഥാർത്ഥ്യമാവുകയുള്ളൂ. ഈ ഒരു ദഅവത്ത്, ഈ ഒരു തൗഹീദാണ് വിശ്വാസത്തിൻ്റെ വിഷയത്തിലുള്ള നേരായ നിലപാട്. ഈ നിലപാടാണ് നമ്മൾ എടുക്കേണ്ടത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിലപാടുകളുടെ ചക്രവർത്തിയായിരുന്നു. നിലപാടുകളുടെ ചക്രവർത്തി എന്ന് ഒരു മനുഷ്യനെ കുറിച്ച് പറയാൻ സാധിക്കുമെങ്കിൽ അത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് മാത്രമാണ്. ഈ പറയപ്പെട്ട അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ കൊണ്ടും അള്ളാഹുവിലുള്ള ഏകദൈവാരാധനയിലുള്ള വഹ്ദാനിയത്തിലുള്ള വിശ്വാസം കൊണ്ടും അങ്ങേയറ്റം ബഹുമാനവും ആദരവും നേടിയ പ്രപഞ്ചനാഥനായ റബ്ബിന്റെ ഖലീൽ എന്ന് വിളിക്കപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം എടുത്ത നിലപാടുകളെ കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ആദ്യമായി ഇബ്രാഹിം നബിക്ക് ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ 6 or 7 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അദ്ദേഹം ആദ്യമായി പിതാവിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നത്, ചോദ്യശരങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങുന്നത്. വല്ലാത്തൊരു അത്ഭുതമാണ്. അദ്ദേഹം ജീവിക്കുന്നത് എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ബിംബത്തിൻ്റെ ശില്പിയാണ്. ആളുകൾക്ക് ആരാധിക്കാനുള്ള ബിംബത്തിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ശില്പിയായിരുന്നു ആര്? ആസർ എന്ന് പറയുന്ന ഇബ്രാഹിം നബിയുടെ ഉപ്പ. അപ്പം അദ്ദേഹം കാണുന്നത് എന്താണ്? വീട്ടിൽ പോകുമ്പോൾ അദ്ദേഹം കാണുന്നു കളിമണ്ണൊക്കെ കുഴച്ച് പാകപ്പെടുത്തി ഓരോ രൂപത്തിലുള്ള ദൈവങ്ങളെ തൻ്റെ പിതാവ് ഉണ്ടാക്കുന്ന. പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണ്? ഇന്നലെ തൻ്റെ ഉപ്പ ഉണ്ടാക്കിയ ബിംബത്തെ പുറത്തു നിന്ന് ആളുകൾ ആരാധിക്കുന്നതും അതിൻ്റെ മുന്നിൽ കൈകൂപ്പി വളരെ താഴ്മയോടുകൂടി നിൽക്കുന്നതുമൊക്കെയാണ് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം കാണുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ചിന്തയെ വല്ലാതെ സ്വാധീനിച്ചു, അദ്ദേഹത്തിൻ്റെ ആലോചനയെ വല്ലാതെ സ്വാധീനിച്ചു. അവസാനം അദ്ദേഹം നിലപാട് വെട്ടി തുറന്നു പറഞ്ഞു. എന്താ നിലപാട്? അദ്ദേഹം തന്റെ ബാപ്പാനോട് പറയാൻ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയാൻ വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസറ അതത്തഖിദു അസ്നാമൻ ആലിഹ ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. ഇബ്രാഹിം നബി തന്റെ ബാപ്പയോട് പറയുകയാണ്, ബാപ്പാ, കാണാനും കേൾക്കാനും സാധിക്കാത്ത, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ബിംബത്തിന്റെ മുന്നിൽ എന്തിനാണ് താങ്കൾ ആരാധനകൾ നടത്തുന്നത്? ബാപ്പാനോട് ആദ്യമായി അതാ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. ബാപ്പാന്റെ മറുപടി എന്താണ്? ഇബ്രാഹിം, എൻ്റെ ആലിഹത്തുകളെ, എൻ്റെ ഇലാഹുകളെ, എൻ്റെ ആരാധ്യന്മാരെ തള്ളിപ്പറയാനാണ് നിന്റെ ഭാവമെങ്കിൽ, അവരെ ചീത്ത വിളിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഇനി വീട്ടിൽ കഴിഞ്ഞുകൂടാമെന്ന് വിചാരിക്കണ്ട. ഈ കുടുംബത്തിൽ അങ്ങനെ തുടർന്ന് പോകാമെന്ന് നീ വിചാരിക്കണ്ട. ഇബ്രാഹിം നബി അത് അദ്ദേഹത്തിന്റെ വാപ്പ പുറത്താക്കുകയാണ്, വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. നിലപാടിന്റെ പേരിൽ തൻ്റെ ബാല്യകാലത്ത് തന്നെ, യൗവനത്തിൽ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. തനിക്കുള്ള ആശ്രയമെല്ലാം നഷ്ടപ്പെടുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലാതെയാവുകയാണ്. ഉറങ്ങാനൊരു കൂരയില്ലാതെയാവുന്നു, കഴിക്കാൻ ഭക്ഷണമില്ലാതെയാവുന്നു, പട്ടിണിയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. ആ ബാപ്പാനോട് സലാം പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ പ്രവാചകന്റെ നിശ്ചയദാർഢ്യം പ്രിയപ്പെട്ടവരെ അതുല്യമായിരുന്നു. വല്ലാത്തൊരു നിശ്ചയദാർഢ്യവുമായിട്ടാണ് ഇബ്രാഹിം നബി ബാപ്പാന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹം ബാപ്പാനാൽ കൈയൊഴിക്കപ്പെട്ടപ്പോ അദ്ദേഹം തീരുമാനിച്ചത് എന്താണ്? ഇനി തൽക്കാലത്തേക്ക് ദഅവത്ത് വേണ്ട, തൽക്കാലം പ്രബോധനം വേണ്ട, ഇതൊക്കെ ഇവിടെ അവസാനിപ്പിക്കാം. കാരണം ചോദിക്കാനും പറയാനും ആരുമില്ല. ആരെങ്കിലും കൊന്നാൽ തന്നെ പകരം ചോദിക്കാൻ ആരുമില്ല, സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയില്ല, ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയില്ല. ഇബ്രാഹിം നബി അതാ തന്റെ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങുകയാണ്. ദിഷണാശാലികളായ, ചിന്തിക്കാൻ സാധ്യതയുള്ള, ബുദ്ധി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആളുകളോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കാൻ തുടങ്ങുകയാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബാ ഖാല ഹാദാ റബ്ബി
ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. ബഹുദേവാരാധകരായ ഇന്നൊരു ബിംബത്തെ, നാളെ ഒരു ബിംബത്തെ, മറ്റന്നാളെ വേറെ ബിംബത്തെ, ഇങ്ങനെ ഇലാഹുകളിൽ നിന്ന് ഇലാഹുകളിലേക്ക് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന തന്നെ ജനങ്ങളിൽപ്പെട്ട ആളുകളുടെ ചിന്താശേഷിയെ തൊട്ടുണർത്തുന്നതിന് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇതായി നക്ഷത്രങ്ങളെ കണ്ടോ, നിങ്ങൾ ആരാധിക്കുന്ന ഈ ദൈവങ്ങളെക്കാൾ, നിങ്ങൾ ആരാധിക്കുന്ന ഈ ബിംബങ്ങളെക്കാൾ എത്രയോ ഉയരങ്ങളിലുള്ള സുന്ദരമായ നയനാനന്ദകരമായ കാഴ്ച നൽകുന്ന ഈ നക്ഷത്രങ്ങളാണ് എൻ്റെ ദൈവം. ഈ നക്ഷത്രങ്ങളെ ഞാൻ എൻ്റെ ഇലാഹുകളായി സ്വീകരിക്കുകയാണ്. രാവിലെ ആയപ്പോ ഇബ്രാഹിം നബി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രത്തെ കാണാനില്ല. ഇബ്രാഹിം നബി പറയുകയാണ്, ലാ ഉഹിബ്ബുൽ ആഫിലീൻ, എൻ്റെ ദൈവമാകാൻ നക്ഷത്രം പര്യാപ്തമല്ല. കാരണം അസ്തമിച്ചു പോകുന്ന ഒന്നിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ മാറ്റുകയാണ്, ഞാനിതാ നക്ഷത്രത്തെ ഉപേക്ഷിക്കുകയാണ്. ഫലമ്മാ റഅൽ ഖമറ ബാസിഗൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലഇൻ ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിദ് ദ്ദാല്ലീൻ. പിറ്റേ ദിവസം പൂർണ്ണ നിലാവാണ്. ആ പൂർണ്ണ നിലാവായ തിങ്കളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇബ്രാഹിം നബി തന്റെ സമുദായത്തോട് പറയുകയാണ്, നിങ്ങൾ കണ്ടോ, ഇന്നലത്തെ നക്ഷത്രത്തേക്കാൾ സുന്ദരമായ നല്ല വൃത്താകൃതിയിലുള്ള ഈ ചന്ദ്രനെ ഞാനിതാ എൻ്റെ ദൈവമായി സ്വീകരിക്കുകയാണ്, എൻ്റെ റബ്ബായി സ്വീകരിക്കുകയാണ്. ഇതേ ഇബ്രാഹിം നബി പ്രഭാതമായപ്പോ, രാവിലെയായപ്പോ തന്റെ സമുദായത്തോട് പറയുകയാണ്, എവിടെ എൻ്റെ റബ്ബ്, എവിടെയാണ് എൻ്റെ രക്ഷിതാവ്? ലഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിദ് ദ്ദാല്ലീൻ. എൻ്റെ രക്ഷിതാവ് എനിക്ക് വഴി കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാൻ വഴികെട്ടവരിൽ പെട്ടുപോകും. അതുകൊണ്ട് ഞാൻ ഇതാ ചന്ദ്രനെയും ഉപേക്ഷിക്കുകയാണ്. എനിക്ക് നക്ഷത്രവും വേണ്ട, എനിക്ക് ചന്ദ്രനും വേണ്ട. ഫലമ്മാ റഅ അശംസ ബാസിഗതൻ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ. അവസാനം ഇബ്രാഹിം നബി പറയുകയാണ്, ഇതാ സൂര്യനെ കണ്ടോ, എന്തൊരു പ്രകാശമാണതിന്, എത്ര സുന്ദരമാണ്, അതെത്ര വലുതാണ്. ഞാനിതാ ഈ സൂര്യനെ എൻ്റെ റബ്ബായി സ്വീകരിക്കുകയാണ്. ഫലമ്മാ അഫലത്, അങ്ങനെ ആ സൂര്യനും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചെഞ്ചായം പൂണ്ടുകൊണ്ട് അസ്തമിച്ചു പോയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ രാത്രിയിൽ ജനങ്ങളോട് പറയുകയാണ്, ഫലമ്മാ അഫലത് ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. എൻ്റെ സമുദായമേ, എൻ്റെ ദൈവം ചന്ദ്രനോ നക്ഷത്രങ്ങളോ സൂര്യനോ അല്ല. നിങ്ങൾ എൻ്റെ റബ്ബിൽ പങ്കു ചേർക്കുന്ന എല്ലാറ്റിൽ നിന്നും ഞാനിതാ വിടുതൽ വാങ്ങിയിരിക്കുകയാണ്. അതിലൊന്നും എനിക്കൊരു പങ്കുമില്ല. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫാ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാനിതാ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുകയാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്ന അണ്ഡകടാഹത്തിന്റെ തമ്പുരാനായ അഖിലാണ്ട മണ്ഡലത്തെ അന്നമൂട്ടുന്ന എൻ്റെ രക്ഷിതാവിലേക്ക് ഞാനിതാ എൻ്റെ മുഖം തിരിച്ചിരിക്കുകയാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും അവനിൽ പങ്കു ചേർക്കുകയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്താണ് പ്രിയപ്പെട്ടവരെ, ഹിക്മത്തോടുകൂടിയുള്ള ദഅവത്താണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തിനാണ് ഇബ്രാഹിം നബി ആദ്യം നക്ഷത്രത്തെ, പിന്നെ ചന്ദ്രനെ, പിന്നെ സൂര്യനെ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത്? എന്തിനാണ്? ആളുകൾക്ക് അവരുടെ നിരക്തകത മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ഈ ജാറത്തിലേക്ക് പോകുന്ന ഈ പറയുന്ന തങ്ങന്മാരെയും ബീവിമാരെയൊക്കെ ആശ്രയിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. കുറേ മാസം ഒരു തങ്ങളെ പിന്നാലെ നടക്കും, പിന്നെ കുറച്ച് മാസം വേറെ തങ്ങളെ പിന്നാലെ നടക്കും, ഒരു ജാറത്തിലേക്ക് പോവും, എന്നിട്ട് വേറൊരാൾ വന്നിട്ട് വേറെ ജാറത്തിന്റെ മഹത്വം പറയുമ്പോൾ ആ ജാറത്തിലേക്ക് പോവും. ജാറങ്ങളിൽ നിന്ന് ജാറങ്ങളിലേക്കും, തങ്ങന്മാരിൽ നിന്ന് തങ്ങന്മാരിലേക്കും, ബീവിമാരിൽ നിന്ന് ബീവിമാരിലേക്കും ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഉലൂഹിയത്തിൽ ഒരു സ്ഥിരതയില്ലാത്ത മനുഷ്യരുടെ ആ വലിയ പതിതാവസ്ഥയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനപദത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. എന്താ ഉണ്ടായത്? ചർച്ച തുടങ്ങി, ചർവണങ്ങൾ തുടങ്ങി. അങ്ങാടിയിൽ അങ്ങുമിങ്ങും മാറി നിന്നുകൊണ്ട് ഇബ്രാഹിം പറയുന്നത് ശരിയല്ലേ, അതിൽ യുക്തിയില്ലേ, അതിൽ പറയുന്നതിൽ കാര്യമില്ലേ എന്നൊക്കെ ആളുകൾ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇബ്രാഹിം എന്ന യുവാവിനെ കുറിച്ചും ആ യുവാവിൻ്റെ സംവാദ വൈഭവത്തെക്കുറിച്ചും ആ യുവാവിൻ്റെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും ആശയ സമ്പുഷ്ടയെക്കുറിച്ചുമെല്ലാം ആരറിയുന്നത്? ആ കാലഘട്ടത്തിലെ അധീശാധിപതിയായ ഏകാധിപതിയായ
നമ്രൂദ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശത്തിന്റെ ഭരണാധികാരിയല്ല. ഏകദേശം ലോകത്തിന്റെ മുഴുവൻ അധികാരം നമ്രൂദിന് നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ആ നമ്രൂദിന്റെ അടുത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാർത്ത എത്തുകയാണ്. അവിടെ ഇബ്രാഹിം നബി ലോകത്ത് ആദ്യമായി സംവാദം നടത്തി നമുക്ക് കാണിച്ചു തന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയെ നമ്രൂദ് തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. എന്തിനാണ്? ഒന്ന് പറഞ്ഞു നോക്കാം, ഒന്ന് തിരുത്തി നോക്കാം. എങ്ങാനും ഈ യുവാവ് മാറുകയാണെങ്കിൽ വലിയ ഗുണാണല്ലോ, കാരണം എനിക്ക് തന്നെ ഈ യുവാവിനെ ഉപയോഗിക്കാം എന്ന രീതിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് നമ്രൂദ്. അവിടെ നടന്ന ആ ചർച്ചകൾ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു പറയാൻ, അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്. നാം അധികാരം നൽകിയ ഒരുത്തൻ ഇബ്രാഹിമിന്റെ രക്ഷിതാവിന്റെ വിഷയത്തിൽ അദ്ദേഹത്തോട് സംസാരിച്ച സന്ദർഭം, ഇദ് ഖാല ഇബ്രാഹീമു റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്. നമ്രൂദ് ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാണ്, ആരാണ് ഇബ്രാഹിം നിന്റെ രക്ഷിതാവ്? ആരാണ് ഇബ്രാഹിം നീ പറയുന്ന ഈ റബ്ബാരാണെന്ന് നമ്രൂദ് ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ മറുപടി, റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്. എന്റെ രക്ഷിതാവ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഇബ്രാഹിം നബിയുടെ മറുപടിയാണ്. ഇതേപോലെ ഫിർഔനും ചോദിച്ചിട്ടുണ്ട് മൂസാ നബിയോട്, മൂസ ആരാണ് നിന്റെ റബ്ബ്? ആരാണ് നിന്റെ രക്ഷിതാവ്? മൂസാ നബിയുടെ മറുപടി എന്താണ്? റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖലഖഹു സുമ്മ ഹദാ. എല്ലാറ്റിനെയും പടക്കുകയും എന്നിട്ട് അതിൻ്റെ പ്രകൃതം അതിന് നൽകുകയും എന്നിട്ട് അതിന് ജീവിക്കാനുള്ള മാർഗം അതിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണ് എൻ്റെ റബ്ബെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുകയാണ്. ഇബ്രാഹിം നബിയുടെ മറുപടി എന്താണ്? റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്. ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ റബ്ബ്. നമ്രൂദിന്റെ മറുപടി എന്താണ്? കുദർക്കിയായ ധിക്കാരിയായ അഹങ്കാരിയായ നമ്രൂദ് മറുപടി പറയുകയാണ്, ഖാല അന ഉഹ്യീ വ ഉമീത്. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ രക്ഷിതാവ് മാത്രമല്ലല്ലോ, ഞാനും അത് ചെയ്യുന്നുണ്ട്. എനിക്ക് ആരെ വേണമെങ്കിലും ഇവിടെ വധിക്കാം, ആരെ വേണമെങ്കിലും ഇവിടെ കൊല്ലാം, ആർക്ക് വേണമെങ്കിലും സുഗമമായ ജീവിതം കൊടുക്കാം, ഞാനും അതിന് പ്രാപ്തനാണ്. നിന്റെ രക്ഷിതാവ് മാത്രമല്ലല്ലോ അത് ചെയ്യുന്നത്. അന ഉഹ്യീ വ ഉമീത്. ഖാല ഇബ്രാഹീം فإن الله يأتي بالشمس من المشرق فأت بها من المغرب. എങ്കിൽ നമ്രൂദേ, ഞാൻ പരിചയപ്പെടുത്തുന്ന രക്ഷിതാവിന് സമനാണ് നീയെങ്കിൽ, ആ രക്ഷിതാവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ രക്ഷിതാവിതാ സൂര്യനെ കൊണ്ടുവരുന്നത് കിഴക്ക് നിന്നാണ്. ഒരു ദിവസം നീ ഒന്ന് പടിഞ്ഞാർന്ന് ഉദിപ്പിച്ച് കാണിച്ചതാ. പടിഞ്ഞാറ് നിന്ന് നിന്റെ കഴിവ് കൊണ്ട് നിന്റെ രാജാധികാരം കൊണ്ട് സൂര്യനൊന്ന് പടിഞ്ഞാർന്നുദിക്കട്ടെ. അവിശ്വാസി ചൂളിപ്പോകുകയാണ്, ഉത്തരം മുട്ടിപ്പോകുകയാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമദ്ദാലിമീൻ. ദാലിമുകളായ അക്രമികളായ ആളുകളുടെ ഹൃദയത്തെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. നമ്രൂദ് ആശയപരമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ പരാജിതനായ ഒരു സന്ദർഭത്തെയാണ് സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. പിന്നീട് അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇന്ന് ലോകത്ത് പലയിടത്തും നടക്കുന്നത് പോലെ തന്നെ ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ കഴിയാതെ ഇരിക്കുമ്പോൾ തീവ്രവാദ ആരോപണങ്ങൾ, ഭീകരവാദ ആരോപണങ്ങൾ, നാടുകടത്തലുകൾ, അറസ്റ്റ് ചെയ്യലുകൾ, കൊല നടത്തലുകൾ, ഇത് തന്നെയാണ് അന്നും നടന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലുന്നതിന് വേണ്ടി കോപ്പുകൂട്ടുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ ആ കാലഘട്ടത്തിൽ കൊല്ലാൻ പറ്റുന്ന ഏറ്റവും ക്രൂരമായ രീതിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലുന്നതിന് വേണ്ടി നമ്രൂദ് തെരഞ്ഞെടുത്തത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നു. ആ നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും സഹകരണം ആ കൊലപാതകത്തിൽ ഉണ്ടാവണമെന്ന നിർബന്ധ ബുദ്ധി നമ്രൂദിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഭീമാകാരമായ ഒരു കുഴി കുഴിക്കുകയും ആ കുഴിയിൽ മുഴുവൻ ജനങ്ങളാൽ ശേഖരിക്കപ്പെട്ട വിറകുകൾ കൊണ്ടുവന്നിടുകയും എന്നിട്ട് ആകാശത്തുകൂടി പറന്നു പോകുന്ന പറവകളുടെ ചിറകുകൾ കരിഞ്ഞ് ആ കുഴിയിലേക്ക് വീഴുമാർ അത്രയും ഉയരത്തിൽ ആളിക്കത്തുന്ന അഗ്നിനാളങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്തു. ഇബ്രാഹിം നബിയുടെ കൈകാലുകൾ ബന്ധിച്ച് അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ഭാര്യയല്ലാതെ, സാറ എന്ന അദ്ദേഹത്തിന്റെ ഭാര്യയല്ലാതെ അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോകുമ്പോ അദ്ദേഹത്തിന്റെ ഉമ്മയോ അദ്ദേഹത്തിന്റെ ഉപ്പയോ
അദ്ദേഹത്തിന്റെ കൂട്ടുകാരോ അദ്ദേഹത്തിന്റെ നാട്ടുകാരോ ആയ ആരും തന്നെ അതിനെ എതിർക്കുകയോ അതിനോട് വിയോജിക്കുകയോ ചെയ്തില്ല. ഒരു നാട് മുഴുവൻ നമ്മളൊക്കെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് കുറച്ച് ആളുകൾ കുറഞ്ഞു പോകുമ്പോൾ എന്തോ ഒരു ആധിയാണ് സംഘാടകർക്ക്, എന്തൊരു പ്രയാസമാണ്. പക്ഷേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങൾ പ്രബോധനം നടത്തിയിട്ട് ഇറാഖിലെ ഊർ പട്ടണത്തിൽ നിന്ന് തൻ്റെ കൂടെ കൂടിയത്, വിശ്വാസത്തിൽ തൻ്റെ കൂടെ കൂടിയത് തൻ്റെ പ്രിയതമ മാത്രമാണ്, തൻ്റെ പ്രിയപ്പെട്ടവൾ മാത്രമാണ്, തൻ്റെ കൂട്ടുകാരനായ കുടുംബക്കാരനായ ലൂത്തുമാണ്. അദ്ദേഹത്തിന് അള്ളാഹു വേറെ ദൗത്യം കൊടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ പിന്തുണക്കുന്നതിന് വേണ്ടി ഒരു പട്ടാളമോ രാജാക്കളോ അനുയായികളോ ഒന്നുമില്ല. ഒറ്റയാളാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിൻ്റെയും അധികാരമുള്ള, എല്ലാ തീരുമാനങ്ങളുടെയും മുകളിൽ തീരുമാനമുള്ള അള്ളാഹുവിന്റെ ഇടപെടലുണ്ടായി. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി റബ്ബ് നമുക്ക് വിവരിച്ചു തരികയാണ്. യാ നാർ കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അല്ലയോ തീയേ, തീന്റെ രക്ഷിതാവാനാണ്, അഗ്നിയുടെ രക്ഷിതാവാനാണ് അള്ളാഹുവാണ്. അല്ലാഹു പറയുകയാണ്, യാ നാർ, അല്ലയോ തീയേ, കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. നിന്നിലേക്ക് കടന്നു വരാൻ പോകുന്നത് എൻ്റെ ഖലീലാണ്, ഇബ്രാഹിമാണ്. അതുകൊണ്ട് ഇബ്രാഹിമിന്റെ മേലെ സലാമായി, സമാധാനമായി, ബർദായി, തണുപ്പായി കൊണ്ട് നീ മാറുക. ചൂടെന്ന ധർമ്മം നിനക്ക് നിശ്ചയിച്ചു തന്നത് ഞാനാണ്. കത്തിച്ചു കളയുക എന്ന ഉത്തരവാദിത്വം നിനക്ക് തന്നത് ഞാനാണ്. ഞാനിതാ ഉത്തരവാദിത്വം നിന്നിൽ നിന്ന് പിൻവലിക്കുകയാണ്. നീ ഇബ്രാഹിമിന് തണുപ്പായി മാറുക, ഇബ്രാഹിമിന് സമാധാനമായി മാറുക. നമ്രൂദിന്റെയും പടയാളികളുടെയും പരിശ്രമത്തിനൊടുവിൽ ഒരുക്കപ്പെട്ട അഗ്നിനാളത്തിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എത്തിയപ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു രോമം പോലും കരിയാതെ, വസ്ത്രം പോലും കരിയാതെ, ദിവസങ്ങളോളം, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ 18ഓളം ദിവസം ആ അഗ്നികുണ്ടാരം അരിഞ്ഞടക്കാൻ 18ഓളം ദിവസമെടുത്തു എന്നാണ്. ആ അഗ്നി ഇങ്ങനെ ശമിച്ചപ്പോ ചാരക്കൂമ്പാരത്തിൽ നിന്നൊരു പോറല് പോലും ഏൽക്കാതെ, ഒരു കുഴപ്പവുമില്ലാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. എൻ്റെ ജനങ്ങളെ, ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല, നിങ്ങളെ തിരുത്താൻ ഇനി ഞാനില്ല, നിങ്ങൾക്ക് ദിഷണാബോധമുള്ള ഉപദേശങ്ങൾ നൽകാൻ ഞാനിനിയില്ല. ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോകുകയാണ്, എൻ്റെ രക്ഷിതാവിൻ്റെ ഹിതത്തിലേക്ക് ഞാൻ മടങ്ങുകയാണ്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തന്നോളുമെന്ന് പറഞ്ഞ് ഇറാഖിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പുറപ്പെടുകയാണ്. എവിടേക്കാണ് പുറപ്പെടുന്നത്? ഈജിപ്തും കടന്നുകൊണ്ട് ഇന്നുള്ള ഖുദ്സിന്റെ മണ്ണിലേക്ക്, ഫലസ്തീനിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പലായനം ചെയ്യുകയാണ്. അവിടെയാണ് ഫലസ്തീനിന്റെ ചരിത്രം തുടങ്ങുന്നത്, മസ്ജിദുൽ അഖ്സായുടെ ചരിത്രം തുടങ്ങുന്നത്, ഖുദ്സിന്റെ ചരിത്രം തുടങ്ങുന്നത് അവിടെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഖുദ്സിലേക്കുള്ള യാത്രാമധ്യേ ഈജിപ്തിൽ നിന്ന് അദ്ദേഹത്തിന് സമ്മാനമായി കിട്ടിയതാണ് ഹാജറ ബീവിയെ. ഫലസ്തീനിൽ എത്തിയതിനു ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറ ബീവിയെ വിവാഹം കഴിക്കുകയാണ്. ആ ഹാജറ ബീവിയിൽ ഇസ്മായിൽ എന്ന കുട്ടിയുണ്ടാവുകയാണ്. ആ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹാജറ ബീവിയെയും കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയിലേക്ക് പോകുകയാണ്. അവിടെയാണ് മക്കയുടെ ചരിത്രം വീണ്ടും ആരംഭിക്കുന്നത്, കഅബയുടെ ചരിത്രം വീണ്ടും ആരംഭിക്കുന്നത്, സംസം വെള്ളത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്, സഫാ മർവയുടെ ചരിത്രം ആരംഭിക്കുന്നത്, ബൈത്തുൽ അതീഖിന്റെ ചരിത്രം ആരംഭിക്കുന്നത് അവിടെയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് കഅബാലയത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് നടത്തിയ പ്രാർത്ഥനയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, وابعث فيهم رسولا منهم يتلو عليهم آياتك ويزكيهم ويعلمهم الكتاب والحكمة. അല്ലാഹുവേ, എൻ്റെ ഈ പൊന്നുപോന്റെ സന്താന പരമ്പര ഈ വാദി മുഴുവൻ നിറയുമ്പോ, അവരൊരു ജനപദമായി മാറുമ്പോ, അവരിൽ നിന്ന് ലോകത്തിന് വേണ്ടിയുള്ളൊരു പ്രവാചകനെ നീ ഉയർത്തിക്കൊണ്ടുവരണേ റബ്ബേ. ഈ മാലോകർക്ക് വെളിച്ചമാകുന്ന ഒരു പ്രവാചകനെ നീ ഉയർത്തിക്കൊണ്ടുവരണേ റബ്ബേ.
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്നത് പ്രാർത്ഥിക്കുമ്പോ അന്നത് ദുആ ചെയ്യുന്ന സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ മക്ക എന്തായിരുന്നു? പാറമടകൾ മാത്രമായിരുന്നു. പാറമടകളിൽ തട്ടി ചെന്നായ്ക്കളുടെ ഓരിരലുകൾ പ്രതിധ്വനിക്കുന്ന, കൃഷിയില്ലാത്ത, ജനപദങ്ങളില്ലാത്ത, കെട്ടിടങ്ങളില്ലാത്ത, നാഗരികതയില്ലാത്ത വരണ്ടുണങ്ങിയ ഭൂമി മാത്രമാണ് അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുമ്പോ മക്ക ആ രീതിയിലായിരുന്നു. എന്നാൽ ആ മക്കയിലേക്കതാ തൗഹീദിന്റെ വെള്ളി വെളിച്ചവുമായി, റിസാലത്തിന്റെ അനുഗ്രഹവുമായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരികയാണ്. ഇബ്രാഹിം നബി തൊട്ട് തുടർന്നു വരുന്ന തൗഹീദിന്റെ ചരിത്രമാണത്, നിലപാടുകളുടെ ചരിത്രമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നുബുവത്ത് കിട്ടിയതിനു ശേഷം സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് വിളംബരം ചെയ്യുകയാണ്. വഅൻദിർ അശീറതകൽ അഖറബീൻ, നബിയെ അങ്ങയുടെ അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള സമയം ഇതാ അതിക്രമിച്ചിരിക്കുകയാണെന്ന് അള്ളാഹുവിന്റെ വാക്ക് നെഞ്ചിലേറ്റിക്കൊണ്ട് സഫാ കുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് അള്ളാന്റെ റസൂൽ അതാ വിളിക്കുകയാണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്. വിളിക്കുന്നത് മുഹമ്മദാണ്. കളവ് പറയാത്ത, ചതിക്കാത്ത, വഞ്ചിക്കാത്ത, ആ മക്കയിൽ അന്ന് ജീവിച്ച ഏറ്റവും നല്ല വ്യക്തിയായ മുഹമ്മദാണ് വിളിക്കുന്നത്. മക്കക്കാര് കൂട്ടം കൂട്ടമായി സഫാ കുന്നിന്റെ താഴ്വരയിലേക്ക് ഒഴുകിയെത്തുകയാണ്. കൂട്ടത്തിൽ അബൂലഹബുണ്ട്, അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്, വലീദ് ഇബ്നു മുഗൈറയുണ്ട്, ഹാഷിം കുടുംബമുണ്ട്, അദീയ് ഗോത്രമുണ്ട്, എല്ലാ ഗോത്രങ്ങളും ഗോത്രത്തലവന്മാരുമുണ്ട്. അല്ലാഹുവിന്റെ റസൂലത അവിടെ വെച്ച് പറയുകയാണ്, എന്റെ സമുദായമേ, ഈ പർവ്വതത്തിന് പിറകിൽ നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്തിനായിരുന്നു പ്രവാചകൻ ചോദിച്ചിരുന്നത്? തന്നോടുള്ള തന്റെ സമുദായത്തിന്റെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. താൻ കളവ് പറയുന്ന ആളല്ല എന്ന് സ്വന്തം സമുദായത്തെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. പ്രവാചകന്റെ ആ ചോദ്യത്തിന് ആ കൂടി നിന്ന ആളുകൾ മുഴുവൻ മറുപടി പറഞ്ഞതെന്താണ്? മുഹമ്മദേ, നീ കളവ് പറയുന്നവനല്ല, നീ ചതിക്കുന്നവനല്ല, വഞ്ചിക്കുന്നവനല്ല. നീ അത് പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തുന്നതാണ്. ആ വാക്ക് കേട്ടതിന് ശേഷം അള്ളാന്റെ റസൂൽ പറയുകയാണ്, എങ്കിൽ എന്റെ സമുദായമേ, എങ്കിൽ മക്കക്കാരെ കേട്ടുകൊള്ളുക, ഞാനിതാ വലിയൊരു സത്യം പറയുകയാണ്, ഞാനിതാ വലിയൊരു ഹക്ക് നിങ്ങളുടെ മുന്നിൽ വിളംബരം ചെയ്യാൻ പോകുകയാണ്. എന്താണത്? നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ലാത്തയുണ്ടല്ലോ, ഉസ്സയുണ്ടല്ലോ, മനാത്തയുണ്ടല്ലോ, ഹുബലയുണ്ടല്ലോ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കഅബാലയത്തിന്റെ അകത്ത് ഉണ്ടാക്കി വെച്ച 360 പരം വരുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ, ളാലത്താണ്, വഴികേടാണ്. ആ വഴികേടിൽ നിന്ന് മാറി നിൽക്കണേ, ആ ളാലത്തിൽ നിന്ന് മാറി നിൽക്കണേ, ആ ദുൽമിൽ നിന്ന് മാറി നിൽക്കണേ, ആ ശിർക്കിൽ നിന്ന് മാറി നിൽക്കണേ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളംബരം ചെയ്തപ്പോ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു ആളുകൾക്കിടയിൽ. ആരുമൊന്നും ഉരിയാടുന്നില്ല, ആരുമൊന്നും പറയുന്നില്ല. കാരണം പറയുന്നത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെയൊക്കെ അമാനത്ത് വിശ്വസിച്ചേൽപ്പിക്കുന്ന വിശ്വസ്തനായ മനുഷ്യനാണ്. കളവ് പറയാനൊരിടയുമില്ല. ആ സമയത്താണ് നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് അബൂലഹബ് സംസാരിക്കുന്നത്. തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ. പ്രവാചകന്റെ ഉദ്ഘാടനമാണത്. പ്രവാചകനെ തെറി പറയുന്നതിന്റെ ഉദ്ഘാടനമാണത്. നിനക്ക് നാശമുണ്ടാകട്ടെ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അലിഹാദാ ജമഅതനാ, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? ഇതിനു വേണ്ടിയാണോ ജോലി തിരക്കിലായിരുന്ന ഞങ്ങളെ നീ വിളിച്ചു ചേർത്തത് എന്ന് അബൂലഹബ് പ്രവാചകനോട് ചോദിക്കുകയാണ്. മറുപടി പറഞ്ഞതാരാണ്? തബ്ബത് യദാ അബീ ലഹബി വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാരൻ ദാത ലഹബ്. അല്ലാഹുവിന്റെ റസൂലിന് നേരെയുള്ള ക്രൂരമായ വാക്കുകൾക്ക് മറുപടി കൊടുത്തത് റബ്ബാണ്. അബൂലഹബിന്റെ 2 കൈകളും നശിച്ചു പോകട്ടെ. അത് നശിച്ചിരിക്കുന്നു. അവന്റെ സമ്പാദ്യമോ അവന്റെ സ്വാധീനമോ അവൻ ഉപകാരപ്പെടുകയില്ല. കത്തിയാളുന്ന നരകത്തിൽ അവൻ കടന്നെറിയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സൂറത്തിൽ വല്ലാത്തൊരു അത്ഭുതം ഉണ്ടെന്നറിയോ? ഇസ്ലാമിന്റെ അധപ്പതനത്തെയും ഇസ്ലാമിന്റെ പതനത്തെയും ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ട ഒരാളാണ് അബൂലഹബ്. അബൂലഹബ് എങ്ങാനും ഒന്നാളുകളെ പറ്റിക്കാനെങ്കിലും ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക്, ഖുർആൻ തെറ്റാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നു. പക്ഷെ മരണം വരെ അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അവസാനം അബൂലഹബ് മരിച്ചത് പുഴുത്തിട്ടാണ്. ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്ത രൂപത്തിൽ
അബൂലഹബിന്റെ രണ്ടു കൈയും നശിച്ചു പോകട്ടെ എന്ന അള്ളാഹുവിന്റെ ശാപം അത് അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് അബൂലഹബ് എന്ന ധിക്കാരിയായ മനുഷ്യൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അങ്ങോട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉജ്ജ്വലമായ ദഅവത്തിന്റെ ദിനങ്ങളാണ്, പ്രബോധനത്തിന്റെ ദിനങ്ങളാണ് അവിടുന്ന് അങ്ങോട്ട് നാം സാക്ഷ്യം വഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ വ്യക്തികളെയും കണ്ട് സംസാരിച്ചു, ഓരോ ജനക്കൂട്ടത്തെയും വന്ന് കണ്ട് സംസാരിച്ചു. ഹജ്ജിന്റെ വേളയിൽ 4 ഭാഗത്തുനിന്നും അറബികൾ മക്കയിലേക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചു. അക്ഷരാർത്ഥത്തിൽ മക്കക്കാരുടെ ഉറക്കം കെട്ടു, അവരുടെ സകല സമാധാനവും നഷ്ടപ്പെട്ടു, എന്ത് ചെയ്യണമെന്നറിയാതെയായി. അങ്ങനെയാണ് അവർ ക്രൂരമായ പീഡനം തുടങ്ങുന്നത്.